ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും റമദാൻ കരീം കേട്ടോ. അപ്പം നമ്മളെ നോമ്പുതറ വിശേഷമാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോക്ക് പോകുമ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതാ നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് വന്നിക്കാണ് കേട്ടോ. അപ്പം ഇവിടെ പരിപാടി എന്ന് വെച്ചാൽ ഉമ്മക്ക് ഓരോ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞു. ഒന്നുമല്ല, മുറ്റത്തൊരു സപ്പോട്ട മരമുണ്ട്, ചിക്കുവിൻ്റെ. ആ മരത്തുമ്മൽ കുറച്ച് മുകളിലായിട്ട് സപ്പോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ തോട്ടിയൊക്കെ കെട്ടുകയാണ് കേട്ടോ. നല്ല ഹൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ ആ തോട്ടി വെച്ചിട്ടേ എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അതും പറിച്ചിരുന്ന് നോക്കി ഇങ്ങനെ ഇരുന്ന് ഞാൻ. പിന്നെ നമ്മളെ വേക്കത്തെ മാവുമെന്ന് മാങ്ങ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കൊയിഞ്ഞ് വീഴുക, കുറേ എണ്ണം ഇങ്ങനെ വീണ് പോകുന്നുണ്ട്. അങ്ങനെ ഒക്കെ അത് കടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് മീന എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 9 മണി ആയിട്ടുണ്ട് കേട്ടോ. 9 മണിയല്ല, 9:30 ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഉറങ്ങി എണീറ്റ് വന്നതാണ്. ഇനി അവൾക്ക് ഫുഡൊക്കെ കൊടുക്കണം. ഇതൊക്കെ ഞാൻ പത്തിരിയും കറിയൊക്കെ കൊടുത്ത് അങ്ങനെ ഓളെ സെറ്റാക്കി. അങ്ങനെ രണ്ടാൾക്കും വേഗം തന്നെ ഫുഡൊക്കെ കൊടുത്ത് രണ്ടാളെയും വേഗം കുളിപ്പിച്ച് അകത്ത് കയറ്റിട്ടോ. ഞാനും വേഗം തന്നെ കുളിച്ച് വന്ന്. മുത്ത് നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഓൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രണ്ടാളൊന്നും സ്കൂളിൽ പോയിട്ടില്ല. അതിനും പോകാത്ത മീനക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഓളെ വിട്ടില്ല. അതിനും അന്ന് ലീവ് എടുത്തതാണ്. പിന്നെ മുത്താണെങ്കിൽ നോമ്പെടുത്തത് കൊണ്ട് ആവുന്നില്ല പറഞ്ഞപ്പോൾ പിന്നെ അന്ന് പോയിട്ടുമില്ല കേട്ടോ. അങ്ങനെ സ്കൂളിലന്ന് നോമ്പെടുക്കുമ്പോൾ അല്ല, സ്കൂളിലാത്തന്ന് സ്കൂളിലന്നാകുമ്പോൾ പിന്നെ 4 മണി വരെ സ്കൂളിലങ്ങ് ഇരിക്കും. അല്ലാത്ത ദിവസം എടുത്താൽ ഭയങ്കര ഒരു എടുങ്ങാറായിരിക്കും. പുറത്തൊക്കെ പോയി കളിച്ചാളും കേട്ടോ. അങ്ങനെ ഏതായാലും ഒരു വിധത്തിൽ അടുക്കി അകത്താക്കി വെച്ചിട്ടുണ്ടോ ഇനിയും മക്കളെല്ലാവരെയും. നല്ല വെയിലാണല്ലോ പുറത്ത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഞാൻ വിൽക്ക് ചോറൊക്കെ കൊടുത്തതിന് ശേഷം നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിട്ടോ. അങ്ങനെ ഞാൻ നേരെ പിന്നെ അടുക്കളയിൽ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻട്രോ എടുത്ത വിവരം എനിക്ക് ഓർമ്മയില്ലേനു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ലിപ്പ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ്. അങ്ങനെ പിന്നെ നേരെ അടുക്കളയിൽ കയറി. നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. അസർ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ അടുക്കളയിൽ കയറൽ, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ഇന്ന് ബീഫ് കറിയാണ് കേട്ടോ. ബീഫും വാപ്പ വാങ്ങിച്ചു പോയതിന് രാവിലെ. അങ്ങനെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള വൈറൽ ഒരു സാൻഡ്വിച്ച് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. പക്ഷേ എനിക്ക് ഉണ്ടാക്കിയപ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. വീഡിയോയിലൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെന്താ, ഇത് മുത്തിൻ്റെ മീനാണ് കേട്ടോ. 2 മീൻ. ഇതും അങ്ങനെ എടുത്ത് കളിക്കുന്നു കേട്ടോ. എടുത്ത് ഗിൽസിൻ്റെ സൈഡിലേക്ക് വെച്ചതാണ്. അതിന് സ്പേസ് ഇല്ല നീന്താൻ വേണ്ടി, ചെറിയ ബോട്ടിലായിപ്പോയി. അങ്ങനെ ഞാൻ സാൻഡ്വിച്ചിലേക്കുള്ള കുറച്ച് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാണ്. ക്യാരറ്റൊന്നുമില്ല, ഞാൻ പറഞ്ഞ ഞാൻ കുക്കുംബർ ഇടാമെന്ന് വിചാരിച്ച് അതന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഉണങ്ങി ചുരുണ്ടെടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് എടുത്ത് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് എടുത്തതാണ് കേട്ടോ. അങ്ങനെ വെച്ചാൽ അങ്ങനെ വെക്കലേ ഉണ്ടാവും, ആരും എടുക്കുകയില്ല, ആരും കഴിക്കുകയില്ല. അപ്പോൾ ഞാൻ വെച്ച് ഇതിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്ക് പിന്നെ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. മസാലപ്പൊടികളൊക്കെ വാങ്ങി അതെന്നാണോ അല്ലേ എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അതെന്നാണ്, മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞ്. വാപ്പക്ക് പിന്നെ മസാലകളൊക്കെ ഞാൻ തന്നെയാണ് വാങ്ങിക്കൽ. സൂപ്പർ മാർക്കറ്റിൽ അവിടെ പോയി. പക്ഷേ ഞാൻ വാങ്ങിച്ചാൽ ഇത് കൂടിയില്ല ഇനി. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞതിന് അതത്ര കൺഫ്യൂഷൻ. അങ്ങനെ ഉള്ളിയും പിന്നെ വേണ്ടി വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് പിന്നെ വെച്ച്. അപ്പോൾ മീനക്ക് ഇതിനോടൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. മുത്തിനാണ് ഇങ്ങനത്തെ ഓരോ ഐറ്റംസിനോട് ഇഷ്ടം. ഓന് പിസ്സ, അതേപോലെ ബർഗർ, അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് ഇഷ്ടമുള്ളത്. മീനക്ക് പിന്നെ അതിനോട് വലിയ ഇഷ്ടമല്ല, ഇല്ല എന്നല്ല. അപ്പോൾ ഓന് നിർബന്ധിച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത് തന്നെ. അങ്ങനെ ഒരു പിസ്സയും കൂടി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ പിസ്സ. ബ്രെഡ് വെച്ചിട്ടില്ലേ, കഴിഞ്ഞ നോമ്പിനൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി തരണമെന്ന് ഈ പ്രാവശ്യവും. അങ്ങനെ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാം കട്ട് ചെയ്ത് വെച്ച് അപ്പോഴേക്ക് ഞാൻ. അപ്പോൾ നമ്മളെ ഇഡ്ഡലി തട്ടിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ മുട്ടയും പിന്നെ ചിക്കനൊക്കെ. അതൊക്കെ ആവി കയറി വന്നപ്പോൾ പിന്നെ ഞാൻ അതിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്, ജാറിലിട്ടിട്ട്. അപ്പോഴേക്ക് ദുആ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ടോയ്സൊക്കെ ഇട്ട് അവിടെ കൊണ്ടുപോയി ആക്കും. അപ്പോഴേക്ക് ഓൾ ഇങ്ങോട്ട് തന്നെ പോരും കേട്ടോ. 10 ഒക്കെ ആകുമ്പോൾ കളിക്കുള്ളൂ, അല്ലെ ഓക്കെ ഇങ്ങനെ പുറത്തിറങ്ങി പോകണം, അതിട്ട് നടക്കുകയില്ല. അപ്പോൾ നമ്മൾ മയോണൈസ് ഇതിലേക്ക് ഒഴിച്ചിട്ടോ. നമ്മൾ ആവി കയറ്റാൻ വെച്ചിട്ടില്ല, അതിനോ മുട്ട ഉണ്ടായിരുന്നു, അതേപോലെ കാശ്മീരി മുളകും പിന്നെ വെളുത്തുള്ളി ഇട്ടോ. എന്നിട്ട് നന്നായിട്ട് ജാറിലിട്ട് അടിച്ചിട്ട് ഈ വെജിറ്റബിളിലേക്ക്
ഇടുക. അപ്പോൾ ഇന്ത്യയിൽ കുറച്ച് തോനെ വെജിറ്റബിൾ ആയിപ്പോയോ എന്നൊരു സംശയം. പിന്നെ രണ്ടാമത് ഞാൻ എഗ്ഗ് ഇതുപോലെ ആവി കയറ്റി പിന്നെ ആക്കിയതാണ് കേട്ടോ. വീഡിയോ എടുത്തപ്പോൾ അതിൽ എനിക്ക് അങ്ങനെ തോന്നുക കുറച്ച് കൂടുതൽ വെജിറ്റബിൾ തന്നെ ആയിപ്പോയോ എന്ന്. ഏതായാലും ബ്രെഡ് എന്നിട്ട് അതിന് ശേഷം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ബ്രെഡിലായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മുത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓന് പിന്നെ സ്പൈസി ആയിട്ട് സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ റെന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെന്നൂനും ഇനക്കും ഞാൻ വെച്ചെടുത്ത പോലെ എരിവ് കൂടുതലാണ്. അപ്പോൾ പിന്നെ അവൾ അങ്ങനെ കഴിച്ചില്ല കേട്ടോ. മുത്തിന് നല്ലോണം എരിവ് വേണം. ഇത് നമ്മളെ ബ്രെഡ് പീസ് കേട്ടോ. പിന്നെ കുറച്ച് പഴം ഉണ്ടായി, കേടാൻ ഇങ്ങനെ പഴുത്ത് നിന്ന പഴം ഉണ്ടായി, അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മ പുറത്ത് നമ്മളെ സ്പെഷ്യൽ പൂളക്കറി ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പൂളക്കറീൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് നല്ലോണം ഒരു റെസിപ്പി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിലേക്ക് പച്ചവായ്ക്കയും പൂളയും ആട്ടോ ഇടുക. എന്നിട്ട് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കറി പോലെ ആക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ബീഫ് ഉണ്ടെങ്കിൽ അതും ഇടാം. അപ്പോൾ ബീഫ് ഇടുന്നില്ല, ബീഫ് കറി വെക്കുന്നുണ്ടല്ലോ, കൊണ്ട് പറഞ്ഞതിലേക്ക് ഇടണ്ടല്ലോ, അതോ മതി പറഞ്ഞ്. പിന്നെ ദുവനെ ഞാൻ എത്ര അങ്ങോട്ടാക്കിയാലും വീണ്ടും വരും. ഞാൻ എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരും കേട്ടോ. ഞാൻ പത്തിരി ചുടുകയാണേ. അപ്പോൾ പത്തിരിൻ്റെ കേസറോളും എടുത്താണ് അടുത്ത കളി. അപ്പോൾ കുറച്ച് പത്തിരി ചുടുന്നുണ്ട്, കറിയും ഉണ്ടല്ലോ. അപ്പം പിന്നെ നമ്മൾ നോമ്പ് തുറന്ന് കഴിയുമ്പോൾ ഇതൊന്നും വേണ്ട. പിന്നെ ഒരു 10 മണിയൊക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കലുള്ളൂ കേട്ടോ. നോമ്പ് തുറക്കുന്ന അവിടെ കുറച്ച് എന്തെങ്കിലും കഴിക്കും. പിന്നെ അങ്ങോട്ട് വയറ് ഫില്ലായല്ലോ. നമ്മൾ ഈ ഇതൊക്കെ തിന്നുമ്പോഴേക്ക് ജ്യൂസ്, അത് വെള്ളം അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴേക്ക് പിന്നെ വയറ് ഫുള്ളായി. അങ്ങനെ നമ്മളെ നല്ല അടിപൊളി ഞെരിഞ്ഞ പത്തിരി റെഡി ആയിട്ടോ. കുറച്ചൊക്കെ ചുട്ടെടുത്ത് അങ്ങനെ പുറത്ത് പോയപ്പോൾ ഉണ്ട് ഉമ്മൻ്റെ കറി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇടുകയാണ്. അപ്പോൾ ഞാൻ ഓടി വന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ ഗരം മസാലയും ബീഫ് മസാലയും ആട്ടോ ഇടുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ 3 പേരും ഇവിടെ നല്ല ഫോണ് കളിയിലാണ്. കാരണം പുറത്തിറങ്ങി പോകണ്ടാറിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്ത് ഒന്ന് നിർത്തിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ടേബിളിലേക്ക് നിരത്തി വെക്കാനായി, ബാങ്ക് വിളിക്കാനായല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേബി ഇരിക്കുന്നുണ്ട് കേട്ടോ. സമയമാകുമ്പോൾ കോക്ക് എങ്ങനെയെങ്കിലും ഓർമ്മ ഉണ്ടാവും ഇവിടെ വന്നിരിക്കണമെന്നുള്ളത്. കാരണം എല്ലാം ടേബിൾ മേലെ നിരത്തുമ്പോഴേക്ക് അറിയും. പിന്നെ അതാ ബാങ്ക് വിളിക്കാനായി എല്ലാം റെഡി ആക്കിയിരിക്കുകയാണ്. നമുക്ക് ഇന്ന് മുസമ്പി ജ്യൂസ് അടിച്ചതാണ് കേട്ടോ. അങ്ങനെ ജ്യൂസും നമ്മളെ സ്നാക്സൊക്കെ കഴിച്ചപ്പോഴേക്ക് ഏകദേശം വയറൊക്കെ ഫില്ലായി. അപ്പം ഞാൻ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കേട്ടോ ഫുഡ് കഴിച്ചത്. നമ്മൾ സാൻഡ്വിച്ചാണിത്. രസമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് സ്പൈസി ആയിപ്പോയി അത്രമാത്രം. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ നോമ്പ് തുറ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്